ഹലോ കൂട്ടുകാരെ, എന്നത്തെയും പോലെ ടേസ്റ്റ് ആൻഡ് ഈസി ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്തെടുക്കണമെന്ന് നോക്കാം. ഇവിടെ ഒരു 4 ചപ്പാത്തി എടുത്ത് നീളത്തിൽ കട്ട് ചെയ്തു. ഞാൻ കത്രിക വെച്ചാണ് കട്ട് ചെയ്തത്. അപ്പോൾ ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ടൊമാറ്റോരകത്തുള്ള എല്ലാം കളഞ്ഞിട്ട് നമ്മൾ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വെജിറ്റബിൾസ് എല്ലാം നീളത്തിലാണ് കട്ട് ചെയ്യണത്. മുട്ട ആവശ്യത്തിന് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ക്യാരറ്റ്സ്, ബീൻസ്, ഇത് സവാള ഞാൻ ചെറുതായിട്ട് അരിഞ്ഞാണ് എടുത്തത്. പിന്നെ നമ്മുടെ വെളുത്തുള്ളി, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഏതാണോ അത് ഒഴിച്ചതിന് ശേഷം നമ്മൾ ഗാർലിക് ഇട്ടു. അത് കഴിഞ്ഞിട്ട് ക്യാരറ്റ്സ്, പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ബീൻസാണ്. അപ്പോൾ ബീൻസും ഇതെല്ലാം ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ ചെയ്യണം കേട്ടോ, അതാണ് ടേസ്റ്റ്. അപ്പോൾ പെട്ടെന്ന് ഇതിൻ്റെ ആ ഒരു പച്ചമണം മാറുമ്പം പെട്ടെന്ന് അടുത്ത് ചേർത്ത് കൊടുക്കണം. ഇത് ഒത്തിരി അങ്ങ് വഴഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല. സവാള ചേർത്ത് കുറച്ച് പച്ചമണം മാറുമ്പോൾ നമുക്ക് ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ കഴിക്കുമ്പോൾ നല്ല ക്രഞ്ചി ആയിട്ടിരിക്കണം, അതിന് വേണ്ടിയാണ്. അപ്പോൾ ഒത്തിരി അങ്ങ് കുക്ക് ചെയ്യരുത്. പിന്നെ ഇനി നമുക്ക് ആവശ്യം സോസുകളൊക്കെയാണ്. അപ്പം ഞാനിവിടെ ചില്ലി സോസും ടൊമാറ്റോ സോസും സോയാ സോസും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അളവുകളെന്ന് പറയുന്നത് ടൊമാറ്റോ സോസ് 1 ടേബിൾ സ്പൂൺ, ചില്ലി സോസ് ഞാനിവിടെ ഒരു 2 ടീസ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ സോയാ സോസും ഞാൻ 1 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തത്. അതൊക്കെ മതിയാവും, കാരണം ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചാണ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇത് നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം സോസസ്. പിന്നെ ഞാനിവിടെ എഗ്ഗ് ചേർത്തിട്ടുണ്ട്, മല്ലിയില ചേർത്തു, പിന്നെ നമ്മുടെ കുരുമുളകും കൂടെ ക്രഷ് ചെയ്ത് വെച്ചിരുന്നു, അതും കൂടെ ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ചൂടോടുകൂടി കഴിക്കാനും തണുത്തിട്ട് കഴിക്കാനും ലഞ്ച് ബോക്സിലൊക്കെ കഴിക്കാനും ഒക്കെ നല്ല ടേസ്റ്റാണ്. ഇതിനകത്ത് വേറെ കറികളുടെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സി യു. ഇനിയും കാണാം റെസിപ്പികൾ.